ഈശോയിലെ ഏറ്റവും വാത്സല്യമുള്ള എൻ്റെ സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ ഏപ്രിലിൽ ഞാൻ റോമിൽ ചെന്നപ്പോൾ റോമിലെ നിത്യസഹായ മാതാവിൻ്റെ പള്ളിയിലെ ഒരു പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ എനിക്ക് അവസരം കിട്ടി. നിത്യസഹായ മാതാവിൻ്റെ ഐക്കൺ റെഡംട്രിസ്റ്റ് ഫാദേഴ്സിന്റെ റോമിലെ സെന്റ് അൽഫോൺസ് ലിഗോരി ബെസിലിക്കയിൽ സ്ഥാപിച്ചിട്ട് 150 വർഷങ്ങൾ പൂർത്തിയാകുകയാണ്. ഈ സ്റ്റാച്യുവിന്റെ അല്ലെങ്കിൽ ഈ ഐക്കണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഐക്കണിലാണ് പരിശുദ്ധ അമ്മ ഈശോയെ സംവഹിക്കുന്ന മനോഹരമായിട്ടുള്ള ചിത്രം നമ്മൾ കണ്ടെത്തുന്നത്. മറിയത്തെക്കുറിച്ച് അവിടെ ചെന്നപ്പോഴേ എന്നോട് പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർക്കുന്നു. മറിയത്തെക്കുറിച്ചാണ് ആദ്യമായിട്ട് ക്രിസ്റ്റഫർ എന്ന വാക്ക് ഉപയോഗിച്ചത്. ക്രിസ്തുവിനെ ചുമക്കുന്നവൾ. മറിയം ക്രിസ്തുവിനെ ചുമക്കുന്നവളായിരുന്നു. ക്രിസ്റ്റഫർ. മറിയത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം, വലിയ ദൈവശാസ്ത്ര വിവാദമുണ്ട്. എന്താ ദൈവശാസ്ത്ര വിവാദം? ക്രിസ്തോത്തോക്കോസ്, ക്രിസ്തുവിന്റെ അമ്മ, ക്രിസ്തുവിനെ ജനിപ്പിക്കാൻ ദൈവത്തിന്റെ കൈകൾ ഉപകരണമായവളും. എവുപ്രാസ്യമ്മ വാഴ്ത്തപ്പെട്ടവളായപ്പോൾ തൃശ്ശൂർ അതിരൂപതയ്ക്ക് പരിശുദ്ധ പിതാവ് ബെനഡിക്ട് മാർപ്പാപ്പ ഒരു സമ്മാനം കൊടുത്തയച്ചു. മനോഹരമായിട്ടുള്ള ഒരു അരുളിക്ക. ഇന്നും ഒല്ലൂരിലെ സെന്റ് മേരീസ് തീർത്ഥാടന കേന്ദ്രത്തിലെ എവുപ്രാസ്യമ്മയുടെ കബറിടക്കപ്പേളയിലെ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന അരുളിക്ക മാർപ്പാപ്പ തന്നതാ. ഈ അരുളിക്ക തന്നപ്പോൾ മാർപ്പാപ്പ നമുക്ക് ഒരു ഉപദേശവും നൽകി. എവുപ്രാസ്യ, എ ട്രാവലിംഗ് ടബർനക്കിൾ ഓഫ് ജീസസ്. ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രിസ്തുവിലേക്കുള്ള യാത്ര മാത്രമല്ല, ക്രിസ്തുവിനെ കൊണ്ട് തിരിച്ചുള്ള യാത്ര കൂടിയാണ്. നമ്മളായിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ക്രിസ്തുവിനെ സംവഹിക്കുന്നവരാകാൻ നമുക്ക് കഴിയട്ടെ. എലിസബത്ത് മറിയത്തെ കുറിച്ച് അതല്ലേ പറഞ്ഞത്? നീ എൻ്റെ വീട്ടിൽ വന്നപ്പോഴേ എൻ്റെ ഉദരത്തിലെ ശിശു തുള്ളിച്ചാടി. കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നും? നാം പോകുന്നിടത്തൊക്കെ ക്രിസ്തുവിനെ സംവഹിക്കുന്നവരാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിനെ കൊടുക്കുന്നവരാകാൻ. ക്രിസ്തോത്തോക്കോസ്, ക്രിസ്റ്റഫർ, ട്രാവലിംഗ് ടബർനക്കിൾസ്. ദൈവം ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.